ഐക്യക്കുറവുണ്ട്. അപ്പോൾ അത് മാറ്റാതെ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല പരാതി. ചർച്ച നീണ്ടു. ഒരു ചോദിച്ചു, സാർ എവിടെയാണ് താമസം? ഞാൻ പറഞ്ഞു, ഇന്ന വീട്ടില. പക്ഷേ ആ താമസിക്കുന്ന വീട് കേട്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും മുഖത്ത് ഭയം കത്തുന്ന കണ്ടു. അടുത്ത നിമിഷം അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾക്ക് തയ്യാറാണ് ഒത്തുതീർപ്പിന്. അപ്പോൾ ഞാൻ വലിയ ഗമയായി. HI ആയ ഞാൻ പരാതി ഒത്തുതീർപ്പാക്കി ഗമിയിൽ തിരിച്ചു വന്നു. തിരിച്ചു വരണ വഴിക്ക് കുറേ ആൾക്കാരെ കണ്ടു. ഒരു ചായക്കട, നല്ല ആൾക്കൂട്ടം, നല്ല ചൂട് ചായയും വടയും. ഞാൻ നേരെ ആ കടയിൽ കയറി. ടീ ഷാപ്പാണ് എൻ്റെ പേര്, ചായക്കട, താഴെ വട ഫ്രീ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ വട ഫ്രീ ആണോ? ഇല്ല സാർ, അങ്ങനെ എഴുതിയതാ. മലയാളിക്ക് കുഴപ്പമെന്താ? മലയാളി ഫ്രീ കിട്ടിയാൽ എവിടെയും കയറും, ഒരു പരസ്യമാ സാറേ എന്ന് പറഞ്ഞു കടക്കാരൻ. ഞാനൊരു ബെഞ്ചിലിരുന്നു. പരസ്പരം ധാരാളം ആൾക്കാരുണ്ട്. ചായ, ചൂട് പരിപ്പ് വട, ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാം പരസ്പരം പരിചയപ്പെട്ടു. എവിടെ സാർ താമസം? ഞാൻ പറഞ്ഞു, താമസം ആ മിൽമേരടുത്തുള്ള ആ വീട്ടിലാണ്. സംഭവിച്ചതെന്താ? ഉടൻ തന്നെ എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ വേഗം എൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. അവരുടെ മുഖത്തെന്തോ പേടി പോലെ തോന്നി. ഞാൻ എണീറ്റു. രൂപ കൊടുത്തപ്പം ആ കടയുടെ പട്ടർ കേഷിരിക്കുന്ന കേഷ്യർ പണം വാങ്ങുന്നില്ല. വേണ്ട സാർ, സാർ എടുത്തോ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാർ ആ വീട്ടിൽ നിന്ന് മാറണേ. ഇത്രേ പറഞ്ഞോളൂ ആ മനുഷ്യൻ, കേഷ്യർ, ഇത്രേ പറഞ്ഞോളൂ. തിരിച്ച് വരണ വഴിയിൽ എന്നൊരു ശങ്ക തോന്നി മനസ്സിൽ. 4 മാസമായി തോന്നാത്ത എന്തോ ഒരു വിഷമം, എന്തോ ഒരു ഭയമെന്ന് വരാൻ പറ്റത്തില്ല, എന്തോ ഒരു വിഷമം എനിക്ക് അന്ന് തോന്നി. അന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം പക്ഷിയുടെയല്ല, മറിച്ച് ഏതോ സ്ത്രീയുടെ കിലുക്കമാണ്. ചിരിക്കുന്ന കിലുക്കം, കൊലുസ് കിലുക്കം ഞാൻ ആദ്യമായി അന്ന് കേട്ടു. രാത്രി ആരോ ചിരിക്കുന്നു. നിഴലുകൾ ജനാല വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. ഇന്നലെ വരെ കേട്ട ശബ്ദം, കിളിശബ്ദം അന്നില്ല. പകരമോ കൊലുസ് കിലുങ്ങുന്നു. എന്താ കാരണം? എല്ലാം മാനസികമാണ്. 4 മാസം ഞാൻ കേട്ടതെല്ലാം ശബ്ദം പക്ഷിയുടെയായിരുന്നു, കിളിയുടെയായിരുന്നു. എല്ലാം കാതിനും കണ്ണിനും ചെവിക്കുമെല്ലാം ഇമ്പമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൃത്യമായി കേട്ടു ഞാൻ ആരോ ചിരിക്കുന്ന ശബ്ദം. ആരോ രാത്രി എങ്ങി കരയുന്നു. കൊലുസുകൾ എവിടെയോ കിലുങ്ങുന്നു. അടുത്ത ഭാഗം ഉടൻ തന്നെ.